ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നാളെ കുറച്ച് കാറ്ററിംഗ് വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും പിന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ഇതൊരു മഗ്‌രിബൊക്കെ ആവാനായിക്കണം കേട്ടോ, ഒരു 5:30 ആയിക്കണേ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കഴുകിയിട്ട് നമുക്ക് മസാല പുരട്ടിങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കാം. അപ്പം അതൊക്കെ ഒന്ന് നോക്കണം. അതിൽ നമ്മളെ തൂവലുണ്ടാവുമല്ലോ കോയിൻ്റെ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം കഴുകിങ്ങാണ്ട് ഊറ്റി വെക്കാൻ. അങ്ങനെ 4.5 കിലോ ചിക്കൻ ബിരിയാണിയും 2.5 കിലോ ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ ഏൽപ്പിച്ചത്. അപ്പോൾ അത് നാളെ 10 മണിയാകുമ്പോൾ കസ്റ്റമർ വരാമെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതിനൊക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ തലേന്ന് തന്നെ ഒരു പകുതി മുക്കാലും പണി ഒരുക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഒരു എന്താ പറയുക തിരക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് സിമ്പിളായങ്ങാണ്ട് നമുക്ക് പണികളൊക്കെ ഒരുക്കി വെക്കാം. അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം കുറച്ച് വിനാഗിരിയൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ലോണം കഴുകി 2-3 വെള്ളത്തിൽ അങ്ങനെ ഊറ്റി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈക്കുള്ള പിന്നെ ചിക്കനും ഉണ്ട്, അതും കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അങ്ങനെ നമ്മളെ ചിക്കൻ കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത ചിക്കനും കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലേ ഞാൻ ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ എത്ര നേരം വെച്ചാലും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിക്കാരം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിക്കാരം, പുറമെ കുറച്ച് ക്രിസ്പി ആയിക്കാരം. അപ്പോൾ ആ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ചിക്കൻ ഫ്രൈക്കുള്ള ചിക്കനൊക്കെ ഞാൻ കഴുകി ഊറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ല വെള്ളം ചോർന്നിട്ട് നമുക്കൊരു ചെമ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ട് കൊടുക്കണം. പിന്നെ മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും ഉപ്പും പിന്നെ നമ്മളെ ചിക്കൻ മസാല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് 2.5 കിലോ ഉണ്ടല്ലോ. അപ്പോൾ ഒക്കെ അവനാൻ്റെ ഇഷ്ടത്തിന് അളവെടുക്കുക കേട്ടോ. അപ്പം മസാലപ്പൊടികൾ അത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതേപോലെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതൊക്കെ കോൺഫ്ലവർ ഉണ്ടല്ലോ അത് കുറച്ച് അധികം ഞാൻ ചേർത്ത് കൊടുത്തിക്കണേ. അപ്പോൾ ഇതിൽ ഞാൻ കോഴിമുട്ടയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ പുളിക്ക് കുറച്ച് അത്യാവശ്യം തൈര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ തൈര് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതേപോലെ കളറിന് വേണ്ടിയിട്ട് നമ്മളെ കാശ്മീരി മുളക് പൊടി അത് എരിവുണ്ടാവില്ലല്ലോ, എത്ര വേണമെങ്കിലും ഒരു 3-4 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിക്കണം. പിന്നെ കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിക്കണം, കാരണം എനിക്ക് പുറത്തേക്ക് കൊടുക്കാനാണല്ലോ. അപ്പോൾ കാണണമെങ്കിൽ കുറച്ച് മൊഞ്ചൊക്കെ വേണ്ടേ, അപ്പോൾ അതിനും വേണ്ടിയിട്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇട്ടാലും നമ്മൾ ആ കളർ ചേർക്കണ അത്ര കളറാണ് കിട്ടൂലല്ലോ. പിന്നെ 2 ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിക്കണം. അപ്പോൾ ചെറുനാരങ്ങൻ്റെ കുരു അതിൽ പെട്ടിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരു കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ചോറ് കൊടുക്കുന്നുള്ള വിശ്വാസത്തിൽ ആണല്ലോ നമ്മളെ കസ്റ്റമർ നമുക്ക് ഓർഡർ തരുന്നത്. അപ്പം കെമിക്കലും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ അതേപോലെ നല്ല വൃത്തിയിൽ നല്ല ഉഷാറോട് കൂടി ചെയ്ത് കൊടുക്കുക. അത്ര തന്നെയുള്ളൂ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നല്ല വൃത്തിയിലും നല്ല എന്താ പറയുക നല്ല ഉഷാറിലും നല്ല ടേസ്റ്റിലൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പിന്നെയും ഓർഡർ നമുക്ക് കിട്ടും. അങ്ങനെ പുളിക്ക് പിന്നെ ഞാൻ പിന്നെയും കുറച്ച് പുളി കമ്മിയായിട്ട് ഞാൻ തൈരാണ് ഇട്ടത്. മെയിനായിട്ട് തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ തൈരും ചെറുനാരങ്ങൻ്റെ പുളിയും അതാണ് നമുക്ക് എന്താ പറയുക ചിക്കൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ തലേന്ന് തന്നെ നമ്മൾ കായം പുരട്ടി വെക്കുകയാണെങ്കിൽ എന്താ പറയുക നല്ല സോഫ്റ്റ് ഒന്നും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളെ ചിക്കൻ എന്താ പറയുക ബിരിയാണിക്കുള്ളതും അതേപോലെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ സെറ്റായിട്ടോ ഞങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതൊക്കെ തലേന്ന് തന്നെ ഒരുക്കി വെച്ചാൽ നമുക്ക് രാവിലെ സമാധാനത്തോടു കൂടി നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കൊണ്ടുവന്നതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെയാണ് അതും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഉള്ളി തൊലി കളയലും തക്കാളിയും പച്ചമുളകും ഒക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അതേപോലെ ബിരിയാണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ രാവിലെ എണീച്ചുകൊണ്ട് നമുക്ക് വേഗം ചെയ്യാമല്ലോ. അതേപോലെ ചട്നിക്കുള്ള തേങ്ങയും അതേപോലെ ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ ഒരു പാത്രത്തേക്ക് ആക്കി അങ്ങനെ ഇട്ടത് മിക്സിയിൽ അടിച്ചുകൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പം അങ്ങനെ എല്ലാ ഒരുവിധം പരിപാടികളും ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമുക്ക് രാവിലെ നല്ല ഉഷാറോട് കൂടി വരാമല്ലോ കിച്ചണിക്ക്. അതേപോലെ നമുക്ക് ദോശക്ക് മാവൊക്കെ അരച്ചങ്ങാണ്ട് അത് ഞാൻ ഓവനിൽ വെച്ച് കൊടുത്തേക്കണം. അങ്ങനെ കിച്ചൺ നമുക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ.
നമ്മളെ രാവിലത്തെ മോർണിംഗ് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായയും കടിയും കറിയും ഒക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ഇനി ഓരോരുത്തർ പോകുമ്പോൾ അങ്ങനെ ചായയും കടിയൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ അവരങ്ങനെ പോയിക്കോളും. അപ്പം ഇനി നമുക്ക് ബിരിയാണി പരിപാടി നോക്കാം. അപ്പോൾ ആദ്യം എണീച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളി എരിയാനും തക്കാളി എരിയാനൊക്കെ നാണിപ്പാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരു ഇവിടെ ഉണ്ട്. അപ്പോൾ ചാടി കഴിഞ്ഞാൽ കടയിലേക്ക് പോകും. അപ്പോൾ അതിന് കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് തന്നിക്കണ്. അടുപ്പൊക്കെ ശരിയാക്കി തന്നു. ഇത് പിന്നെ 10 മണിക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ ഇതൊരു ടിപ്പാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഞാനൊരു വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്ത് പൊടിച്ചെടുക്കുകയാണെങ്കിലും കുരുമുളകാണെങ്കിലും ബിരിയാണി മസാല ആണെങ്കിലും എന്ത് പൊടിച്ചെടുക്കുകയാണെങ്കിലും ഇതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ചെടുക്കുക. എന്നിട്ട് അടപ്പ് വെച്ചുകൊണ്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ഈ മൂടിമെന്ന് നമ്മൾ വരണ്ടി എടുക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല. മൂടി ക്ലീൻ ചെയ്യിക്കാറും അതേപോലെ പേപ്പർ മേലും ഉണ്ടാവില്ല. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ബിരിയാണി മസാലൻ്റെ പൊടിച്ചതൊക്കെ തീർന്നു പോയിനി. അപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ച് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അങ്ങനെ കറിവേപ്പിൻ്റെലൊക്കെ പൊടിച്ചെടുക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മളെ ചിക്കൻ അവിടെ വേണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിൽ ബിരിയാണിൻ്റെ റെസിപ്പി അല്ല, നമ്മളെ ചിക്കൻ ഫ്രൈൻ്റെ ആണ് കേട്ടോ. ബിരിയാണിയൊക്കെ കണ്ട് നിങ്ങൾക്ക് മടുത്താണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ പൊരിച്ച് കോരി എണ്ണയ്ക്ക് തന്നെ സവാള ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ അങ്ങനെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർത്തെടുത്തു. പിന്നെ നമ്മളെ മസാല റെഡി ആയിട്ടോ. പിന്നെ അടുത്ത് ഞാൻ കാണിക്കണത് ഇനി നമുക്ക് തിളപ്പിച്ച് ഊറ്റിങ്ങാണ്ടാണ് ഈ ചോറ് വെക്കണത്. അപ്പോൾ അതിൻ്റെ മുകൾക്ക് ദമ്മിടാം. അപ്പോൾ ഈ ചോറ് നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പം കുറേ എന്താ പറയുക ഒരു 5-6 പ്രാവശ്യം നല്ല നമ്മളെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയത്. അപ്പം വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മളവിടെ കേട്ടോ ചോറ് അവരെ ഏൽപ്പിക്കൽ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളത്തിൽ ക്യാരറ്റും ഉപ്പും ഏലക്കൊക്കെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദുൽഹാൻ പറഞ്ഞ അരിയാണ് എടുത്തുക്കുന്നത്. ഈ അരിയാകുമ്പോൾ നോക്കി നിൽക്കണം, പെട്ടെന്ന് വേറും. അപ്പം എന്താണ് അവിടുന്ന് പോകാൻ പാടില്ല. ഒറ്റ തിളച്ചാൽ ഊറ്റിയിടാം. നമുക്ക് വെക്കാൻ വേഗമുണ്ട്. അരി ഒന്നും തിളക്കുമ്പോഴത്തേന് നമുക്ക് ഊറ്റിയിടാം. ഈ അരി കൊണ്ട് വെച്ചാൽ നല്ല ചോറയിക്കാരം, നല്ല എന്താ പറയുക നല്ല മായുള്ള നല്ല ചോറയിക്കാരം. അപ്പം ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനും മൂത്തച്ചിയല്ല കേട്ടോ, നാണിപ്പാക്കിയാണ്. കാരണം ഇത്ര രാവിലെ തന്നെ ആകുമ്പോൾ മൂത്തച്ചിക്ക് വരാനും ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ താത്താനെ വിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇത്ര രാവിലെ ആകുമ്പോൾ നാണിപ്പാക്ക ഉണ്ടാവും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാനും. അങ്ങനെ അതൊക്കെ സെറ്റായിട്ടോ. ഇനി നമുക്ക് ഞാൻ മൈദ വെച്ചങ്ങാണ്ട് ചിലപ്പം മൈദ വെച്ചങ്ങാണ്ട് ഒട്ടിക്കും, ചിലപ്പം ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചങ്ങാണ്ട് ഒട്ടിച്ചു കൊടുക്കും. നമ്മൾ തലേന്ന് തന്നെ ഒരുവിധം പണിയൊക്കെ ഒരുക്കി വെച്ചാലേ പെട്ടെന്ന് ചോറാവും. കാരണം അടുപ്പും തന്നെ നല്ല കത്തണ അടുപ്പാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടൊക്കെ ചെയ്യാൻ. അപ്പം ഇനി ചിക്കൻ ഞാൻ ഗ്യാസ്മേൽ വെച്ചങ്ങാണ്ട് ഫ്രൈ ചെയ്യുക വിചാരിച്ച് 2.5 കിലോനല്ലേ. അപ്പം എല്ലാവരും ചായ കുടിയും കഴിഞ്ഞിക്കണേ, ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ദമ്മിട്ടിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ എന്നുള്ള ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. എനർജിയൊക്കെ ഒരുവിധം പോയി തുടങ്ങിയിരിക്കണം. അപ്പോഴത്തേനും മക്കളൊക്കെ എണീച്ച് വന്നിക്കണം കേട്ടോ. അപ്പം എന്താ പറയുക നമ്മളെ ബിരിയാണി സെറ്റായിട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് കത്തിച്ചങ്ങാണ്ട് പിന്നെ ആ കനലിൽ അങ്ങനെ വെക്കലാണ്. നമ്മളെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തതാണല്ലോ, പൊരിച്ചങ്ങാണ്ടല്ലേ വെച്ചത്. അപ്പം ഇനി അധികം വേവാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കിങ്ങാണ്ട് ഞാൻ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കുടിച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ഫോണൊക്കെ ഒന്ന് നോക്കി പിന്നെ വന്നുങ്ങാണ്ട് നമ്മൾ ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ. ചിക്കൻ പൊരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. മസാല തേക്കണതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ. നമ്മൾ ചിക്കൻ പൊരിക്കണോടത്ത് നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ എണ്ണ ഉണ്ടല്ലോ, ഓയിലോ വെളിച്ചെണ്ണ എന്തെല്ലാം നമ്മൾ പൊരിച്ചെടുക്കണമെന്ന് വെച്ചാൽ അത് നല്ലോണം ചൂടായിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ. അതൊന്നാമത്തെ കാര്യം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കരുത്. ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ടതോടുകൂടി ചിലവരുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഞാൻ കണ്ടിക്കണേ. അങ്ങനെ ആയാൽ ആ മസാലയൊക്കെ ആ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. ചിക്കനും ഒരു മസാല ഉണ്ടാവില്ല. അപ്പോൾ അതും തന്നെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചിക്കൻ പൊരിക്കണോടത്തുള്ള നമ്മൾ എന്താ പറയുക നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ തൈരിനുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതേപോലെ ഈ കസ്റ്റമറിന് ചമ്മന്തി മതി, അച്ചാർ വേണ്ടാന്ന് പറയണം. അപ്പോൾ അങ്ങനെ അച്ചാറും ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ കൊണ്ടുപോകാൻ ആ സമയമായിട്ടാണ് ഞാൻ ഈ ചിക്കൻ തന്നെ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളെ ക്രിസ്പി സോഫ്റ്റായ ചിക്കനൊക്കെ ഉണ്ടോ, പുറമെ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ചെയ്യിക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ ശ്രദ്ധിച്ചോ, അതിൽ കണ്ടോ ചിക്കൻ്റെ ഒരു പൊട്ടും പൊടിയും കൂടി ഇല്ല. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഇടാൻ. ചിലത് നമ്മൾ ചിക്കൻ പൊരിച്ചാൽ ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല, ഇനി വേറെ എന്ത് ചട്ടിയാണേലും ഇങ്ങനെ തന്നെ ഇരിക്കാറ് കേട്ടോ. ചിലത് നമ്മൾ ചിക്കൻ പൊരിച്ചാലേ ചിലപ്പോൾ കാണാൻ അങ്ങനെ അടിയിൽ ഇങ്ങനെ വരണ്ടി കൂട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ കണ്ടിരിക്കണം അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം എണ്ണ നല്ലോണം ചൂടാകുക, നമ്മൾ ഇട്ടേക്ക് മറിച്ചരുത്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ആ എണ്ണയിൽ കിടക്കണം. അപ്പം അത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ പൊരി രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇട്ടു. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ടാട്ടോ ഞാൻ പിന്നെ മറിച്ചിട്ടെടുത്തത്. അപ്പോൾ അതിൻ്റെ മസാല ഒന്നും അതിൽ പിടിക്കൂല. അങ്ങനെ നമ്മളെ ചിക്കൻ പൊരി കഴിഞ്ഞു. അപ്പം ഇനി പാക്കിങ്ങിന് സമയമായിട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ചൂടാറിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും അതും പൊരിച്ച് കോരി ഇട്ട് കൊടുത്തുക്കണ്. പിന്നെ തൈരും ചമ്മന്തിയും അതും റെഡിയായി. അപ്പോൾ നമ്മളെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടോ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.